ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രം മതിയാവും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നുള്ളത് BJP ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തുകാട്ടി ഒരു വോട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് പ്രചരണം കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ തങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ BJP ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് BJP 400 സീറ്റ് എന്നുള്ള അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ ആ 400 സീറ്റ് എന്നുള്ള അമിതമായ ആത്മവിശ്വാസം തന്നെ ഇപ്പോൾ BJPക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്തിനാണ് BJPക്ക് 400 സീറ്റ്? കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും, അത് കേവല ഭൂരിപക്ഷം മാത്രം ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുവാൻ, രാജ്യത്തെ വിമത ശബ്ദങ്ങളെ ആകെ ഇല്ലാതാക്കുവാൻ, രാജ്യത്തെ മാധ്യമങ്ങളെ വരുതിക്ക് വരുത്താൻ ഒക്കെ BJPക്ക് കഴിയുന്നെങ്കിൽ 400 സീറ്റ് കൊണ്ട് BJP എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഇന്ത്യയെ ഒരു റഷ്യൻ മോഡൽ, പുടിൻ മോഡൽ റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് നരേന്ദ്രമോദിയുടെ എന്ന് ആളുകൾ സ്വാഭാവികമായി ഭയപ്പെടുന്നു.